ഫൈനലി നിങ്ങളൊരു ഫ്രണ്ട് ആൻഡ് ഡെവലപ്പർ ആകാൻ പോവുകയാണ് വിത്ത് ഹാക്ക് ഫിക്സ്. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് വിത്തൗട്ട് സ്പെൻഡിങ് എ സിംഗിൾ റുപ്പി. സോ നമ്മുടെ ജാവാസ്ക്രിപ്റ്റിൻ്റെയും HTML ഒക്കെ കോഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ വെൽക്കം ടു CSS ഫോർ ബിഗിനേഴ്സ് ലേൺ ഫ്രം ദ റൂട്ട്. ഈ ഒരു കോഴ്സിൽ നമ്മൾ CSSൻ്റെ ബേസിക് മുതൽ അഡ്വാൻസ് വരെയുള്ള കൺസെപ്റ്റ്സ് ഒക്കെ കവർ ചെയ്യുന്നുണ്ട്. സോ CSSൻ്റെ സിൻടാക്സ്, ബോക്സ് മോഡൽ, സ്യൂഡോ ക്ലാസ്, സ്യൂഡോ എലമെൻറ്റ്സ്, അതുപോലെ തന്നെ ട്രാൻസിഷൻസ് കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്നുണ്ട്. സോ എന്താണ് CSS? എന്തിനാണ് CSS യൂസ് ചെയ്യുന്നത്? സോ CSS സ്റ്റാൻഡ്സ് ഫോർ കാസ്കേഡിങ് സ്റ്റൈലിംഗ് ഷീറ്റാണ്. സോ നമ്മൾ HTML ഒക്കെ പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വീടുമായിട്ട് കമ്പയർ ചെയ്തിട്ട് HTML എന്ന് പറയുന്നത് ഒരു വീടിൻ്റെ ഒരു സ്ട്രക്ചറാണ് എന്നുള്ളത്. സോ CSSലോട്ട് വരുന്ന സമയത്ത് നമ്മൾ വീടിന് പെയിൻറ്റും കാര്യങ്ങളും അലങ്കാരമായിട്ട് കുറേ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. സോ അതാണ് CSS എന്ന് പറയുന്നത്. സോ നമ്മൾ വെബ്സൈറ്റിന് വേണ്ടിയിട്ട് ഒരു കളർഫുള്ളാക്കാനും അതുപോലെ തന്നെ ഡിസൈൻ ഒരു കുറച്ച് സ്റ്റൈൽ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ CSS യൂസ് ചെയ്യുന്നത്. ഇതാണ് ബേസിക്കായിട്ട് സിമ്പിളായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്ന സംഭവം. ഇത്രയേ ഉള്ളൂ. CSS സിമ്പിളാണ്, പവർഫുൾ, ഭയങ്കര പവർഫുൾ ആണ് അല്ലേ? ബട്ട് കുറേ പേർക്ക്, കുറേ ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സിൻ്റെ ഒരു നൈറ്റ് മെയർ ആണ് CSS എന്ന് പറയാം. സോ കുറേ പേർക്ക് CSS അറിയില്ല. കാരണം അവർക്ക് പ്രോപ്പറായിട്ടുള്ളൊരു കോഴ്സോ അല്ലെങ്കിൽ വീഡിയോ മാത്രം കണ്ട് അത് ചെയ്ത് നോക്കാത്തത് കൊണ്ടാണ് ഈ ഒരു CSS ടഫ് ആവുന്നത്. ബട്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സിൻ്റെ ഒപ്പം തന്നെ കുറേ പ്രൊജക്ട്സും ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രൊജക്ട്സും കൂടി കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ആവത്തുള്ളൂ. സോ ഈ ഒരു കാര്യം ഞാൻ ഗ്യാരണ്ടി തരാം. നിങ്ങൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പ്രൊജക്ട്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് CSS പക്കാവും. ഓക്കെ, ഈ ഒരു CSS പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റിയാക്റ്റിൻ്റെ കോഴ്സ് വരുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ റിയാക്റ്റിൻ്റെ കോഴ്സും വരുന്നുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആൾമോസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഡെവലപ്പറിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റായി. പിന്നെ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ പ്രൊജക്ട്സും കാര്യങ്ങൾ ചെയ്യുക. പിന്നെ അതിലോട്ട് കുറച്ച് ആഡ് ഓൺസ് ആയിട്ടുള്ള ടെയിൽവിൻഡ്, ടൈപ്പ് സ്ക്രിപ്റ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക. ടൈപ്പ് സ്ക്രിപ്റ്റ് ഇനീഷ്യലി ഇല്ലെങ്കിലും സീനില്ല, നിങ്ങൾക്ക് ഒരു ജോബിലോട്ട് കയറാനുള്ളൊരു സെറ്റപ്പൊക്കെ എത്തി. സോ ഞാനിത് കൂടുതൽ പറഞ്ഞ് ലാഗ് ആക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ CSS 3 ടൈപ്പ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് 3 ടൈപ്പിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇൻലൈന്, ഇൻറ്റേർണലി, എക്സ്റ്റേണലി, ഈ ഒരു 3 ടൈപ്പാണ് ഉള്ളത്. ഇതിൽ നമ്മൾ കൂടുതലും യൂസ് ചെയ്യൽ ഈ എക്സ്റ്റേണലാണ്. എക്സ്റ്റേണൽ CSS ആണ് കൂടുതൽ യൂസ് ചെയ്യൽ. ഇപ്പോൾ എക്സ്റ്റേണൽ എന്താ, ഇൻറ്റേർണൽ എന്താ, ഇൻലൈൻ എന്താ എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരാം. സോ നേരെ ഇതിലോട്ട് വരാം. സോ ഇതിൽ നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയും, ഒരു സ്റ്റൈൽ ടാഗിൻ്റെ ഉള്ളിൽ, ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റൈൽ ടാഗ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ക്ലാസ്സൊക്കെ എഴുതി ചെയ്യുന്നതിന് പറയുന്നതാണ് ഇൻറ്റേർണൽ CSS എന്ന് പറയുന്നത്. സോ ഇതാണ് ഇൻറ്റേർണൽ CSS എന്ന് പറയുന്നത്. സോ ഇനിയിപ്പോൾ ഇൻലൈൻ CSS ഉണ്ട്. സോ ഇപ്പോൾ കണ്ടോ, ഒരു എലമെൻ്റാണ്, ഒരു പി ടാഗ്, ഒരു പി എലമെൻറ്റിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റൈൽ എന്നുള്ളൊരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ സ്റ്റൈൽസും കാര്യങ്ങളും എഴുതുകയാണെങ്കിൽ അതിന് പറയുന്നതാണ് ഇൻലൈൻ CSS. ഓക്കെ, സോ ഇതാണ് ഇൻലൈൻ CSS. സോ ഒരു ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ സ്റ്റൈൽ ടാഗിൻ്റെ ഉള്ളിൽ എഴുതുന്നതിനാണ് ഇൻറ്റേർണൽ CSS എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിലൊരു ക്ലാസ് നെയിം നിങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഇൻറ്റേർണൽ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട്. സോ ആ ഒരു ക്ലാസ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് എന്താണ്, ഇൻറ്റേർണൽ CSS ആണ്. ഇൻറ്റേർണൽ CSSൻ്റെ സ്റ്റൈൽ പ്രോപ്പർട്ടീസ് അപ്ലൈ ആക്കും. സോ ഇതാണ് ഇൻറ്റേർണൽ ഇൻലൈൻ എന്ന് പറയുന്നത്. സോ ഇനി എക്സ്റ്റേണൽ CSS നമുക്ക് പഠിക്കാം. സോ എക്സ്റ്റേണൽ CSS എന്ന് പറഞ്ഞപ്പോൾ പേര് പോലെ തന്നെ ഒരു എക്സ്റ്റേണൽ CSS ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു എക്സ്റ്റേണൽ CSS നമ്മൾ എഴുതുന്നത്. സോ ഇതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ളൊരു CSS ഫയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇവിടെ ഫയൽ ഉണ്ടാക്കി മാത്രം പോരാ, നമുക്ക് HTMLനും പറഞ്ഞു കൊടുക്കണം ഇങ്ങനൊരു ഫയലുണ്ട്, അല്ലെങ്കിൽ നമ്മളെ CSSും HTMLും കണക്റ്റ് ചെയ്യണം. ഓക്കെ, എന്നാൽ ആ സ്റ്റൈൽ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലിങ്ക് ടാഗ്. സോ നമ്മൾ ലിങ്ക് ടാഗ് യൂസ് ചെയ്തിട്ട് ഒരു സ്റ്റൈൽ ഷീറ്റ് ആണെന്ന് പറഞ്ഞു കൊടുക്കുന്നു, എന്നിട്ട് അതിൻ്റെ പാത്ത് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ HTML CSS കണക്ട് ചെയ്ത്. സോ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ എന്താണ് ക്ലാസ് എഴുതുന്നത്, ആ ക്ലാസ് നമുക്ക് ഇവിടെ ഡയറക്റ്റ്ലി കാൾ ചെയ്യാൻ പറ്റും. ആ ഒരു സ്റ്റൈൽ ഇവിടെ അപ്ലൈ ചെയ്യും. സോ ഞാനിവിടെ ഇൻറ്റേർണൽ സ്റ്റൈൽ എന്നുള്ളത് കൊടുത്തു, എന്നിട്ട് വെബ്സൈറ്റിലോട്ട് പോയി. ബട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും സ്റ്റൈലൊന്നും വന്നിട്ടില്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും, എക്സ്റ്റേണൽ CSSൻ്റെ പേര് index.css ആണ്, ബട്ട് ഇവിടെ styles.css ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളതൊന്ന് മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് പേജിലോട്ടൊന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കൊടുത്ത കളറ്, അവിടെ കൊടുത്ത സ്റ്റൈൽസൊക്കെ ഇപ്പോൾ അപ്ലൈ ആയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു സംഭവം ഞാൻ കാണിച്ചതെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും പറ്റുന്ന മിസ്റ്റേക്കാണ്. നമ്മൾ അവിടെ ഒന്ന് ചെയ്യും, പക്ഷേ സ്റ്റൈൽ വരില്ല, പക്ഷേ നമ്മൾ അവിടെ കണക്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ബ്ലൂ ഒക്കെ കൊടുക്കാം. അപ്പോൾ ബ്ലൂ കൊടുക്കുന്ന സമയത്ത് ഇത് ബ്ലൂ ആയി, കണ്ടോ. ഇപ്പോൾ ID ഉണ്ട്, ID വെച്ചിട്ട് എങ്ങനെ ലൊക്കേറ്റ് ചെയ്യൽ വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു ഇതിനെ ഞാൻ ക്ലാസ് ക്ലാസ് അല്ല, ID ആവുന്ന സമയത്ത് ID ഇട്ടിട്ട് യുണീക്ക് ID ഇട്ടിട്ട് ഞാൻ എന്താണ് എക്സ്റ്റേണൽ CSS എന്നുള്ളൊരു
ID നെയിം കൊടുത്തു. സോ ഇനി ഞാൻ ഇവിടെ സ്റ്റൈൽ ഷീറ്റിൽ നമ്മുടെ എക്സ്റ്റേണൽ CSSലാണെങ്കിലും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇൻറ്റേർണൽ CSS ആണെങ്കിൽ പോലും സ്റ്റൈൽ ടാഗിൻ്റെ ഉള്ളിലും ഇതേപോലത്തെ സംഭവങ്ങൾ തന്നെയാണ്. സോ ആകെയുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ CSS ആകുമ്പോൾ ഈ ഒരു ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ എഴുതുന്നു, ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ സ്റ്റൈൽ ടാഗ് ഇട്ട് എഴുതുന്നു എന്നുള്ളൊരു ഡിഫറൻറ്റേ ഉള്ളൂ. ഇവിടെ ആ സെയിം സാധനം നമ്മളൊരു എക്സ്റ്റേണൽ CSSൽ എഴുതുന്നു, അത്രയേ ഡിഫറൻസ് വരുന്നുള്ളൂ. സോ ഇവിടെ സമയത്ത് ഹാഷ് ഇട്ടിട്ട് നമ്മൾ ആ ഒരു പേര് കൊടുക്കുക, എന്താണ് കളർ ഈസ് ഈക്വൽ ടു എന്താണ് എക്കോ ഇടുക. ഓക്കെ, അത് കൊടുത്ത സമയത്ത് ആ ഒരു സംഭവം ഇവിടെ വന്നിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇതിൽ വരുന്നത്. സോ ഇന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇന്ന് നമ്മൾ പഠിച്ചതെന്ന് വെച്ചാൽ 3 ടൈപ്പ് ഓഫ് ഇൻറ്റേർണൽ എക്സ്റ്റേണൽ ഇത്രയും CSS ഉണ്ട്. ഇൻറ്റേർണൽ എക്സ്റ്റേണൽ അതുപോലെ തന്നെ ഇൻലൈൻ CSS ഉണ്ട്. പിന്നെ നമ്മുടെ HTML കോഴ്സിൽ ചെയ്ത പോലെ തന്നെ ഈ ഒരു CSSൻ്റെ കോഴ്സിലും ഓരോ വീഡിയോക്കും ഓരോ അസൈൻമെൻറ്റ്സ് ഉണ്ട്. സോ നമ്മുടെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ അസൈൻമെൻറ്റ് കിട്ടും, അസൈൻമെൻറ്റിൻ്റെ കണ്ടൻറ്റ്. സോ അതുപോലെ ചെയ്തിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മെൻഷൻ ചെയ്തിട്ട് സ്റ്റോറി ഇടാം. ഓക്കെ, ഓരോ വീഡിയോ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അസൈൻമെൻറ്റ് ചെയ്തിട്ട് സ്റ്റോറി ഇടുക, ആഡ് ടു സ്റ്റോറി ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇതുപോലെ CSS ഫോർ ബിഗിനേഴ്സ് എന്നൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് Day 1 Day 2 എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസത്തെ അസൈൻമെൻറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ സീരീസ് കഴിയുന്ന സമയത്ത് അതൊരു സിപ്പാക്കി നമ്മുടെ ടെലിഗ്രാമിലോ അല്ലെങ്കിൽ മെയിൽ അയച്ചാലും മതി, hackfiles@gmail.com അയച്ചാലും മതി. സോ എന്നിട്ട് നമ്മൾ ലാസ്റ്റ് നല്ലതായി ചെയ്ത 3 പേർക്ക് ഗിഫ്റ്റ്, ചെറിയൊരു ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുക്കുന്നതാണ്. നമ്മൾ HTML ഇതിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു, കുറച്ച് ബിസിയും കാര്യങ്ങളായിട്ട്. ബട്ട് നമ്മൾ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് അഡ്രസ്സും കാര്യങ്ങളൊക്കെ അയച്ചു തന്നവർ സ്റ്റേ ട്യൂൺഡ്, സാധനം എത്തുന്നതാണ്. സോ HTMLൻ്റെ പോലെ CSS ഒരിക്കലും ലാഗ് ആവില്ല. സോ ഡോണ്ട് വെറി അബൌട്ട് ഇറ്റ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ CSS പഠിക്കാൻ താല്പര്യമുള്ള ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്നാൽ നമ്മുടെ വരും വീഡിയോകളിൽ ആ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.